ഹേയ് ഡിയേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് 3/4 സ്ലീവ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ കൈമുട്ടിൻ്റെയൊക്കെ ആ ഒരു ഏരിയ വരെയുള്ള സ്ലീവ് ഉണ്ടല്ലോ, ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ആ ഒരു സ്ലീവ് ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാൻ പേപ്പറിലാണ് ഇവിടെ കട്ട് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാകും. മെറ്റീരിയൽ കട്ട് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ വരച്ച് കാണിക്കുന്നതാണ് കേട്ടോ, വെട്ടി കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കുക, രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടേക്കുവാണ് ചെയ്യുന്നത്. നമുക്ക് വേണ്ട വിഡ്ത്ത് അനുസരിച്ചിട്ട് ഇപ്പോൾ ഫോൾഡ് ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെറ്റീരിയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തുണി ലാഭിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ 9 ഇഞ്ചാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 9 ഇഞ്ച് കറക്റ്റ് എടുത്തിട്ട് അത് ഫോൾഡ് ചെയ്യുക, മൊത്തം 18 വരും. അങ്ങനെ ഫോൾഡ് ചെയ്ത് എന്നിട്ട് നിങ്ങൾക്ക് കറക്റ്റ് മെറ്റീരിയൽ എടുത്തിട്ട് ബാലൻസ് ഉള്ളത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ലെങ്ത് ആദ്യം കാണിച്ചു തരാം. എനിക്ക് 14.5 ഇഞ്ചാണ് ഞാൻ മൊത്തം ഇവിടെ എടുക്കുന്നത്. അതിൽ 1.5 ഇഞ്ച് സീം അലവൻസ് ആണ് ടോട്ടൽ എനിക്ക് വേണ്ടത്. തയ്ച്ച് കഴിയുമ്പോൾ എനിക്ക് വേണ്ടത് 13 ഇഞ്ചാണ് സ്ലീവിന് ലെങ്ത് വേണ്ടത്. അതാണ് എനിക്ക് കറക്റ്റ് 3/4 ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ സീം അലവൻസ് ആഡ് ചെയ്തിട്ടാണ് ഞാനൊരു 1.5 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു 14.5 ഇഞ്ചാണ് മൊത്തം മാർക്ക് ചെയ്യുന്നത്. ഈ 1.5 ഇഞ്ച് എന്നുള്ളത് ലൈനിങ് ഇല്ലാത്ത കൈ ആണെന്നുണ്ടെങ്കിൽ 1.5 ഇഞ്ച് എടുത്താൽ മതി കേട്ടോ. ലൈനിങ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ഇഞ്ച് എടുത്താൽ മതി. മുകളിൽ ഞാനൊരു 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ട്, ഷോൾഡറിൻ്റെ പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്യണ്ടേ, ആം ഹോളിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മളിവിടെ വിഡ്ത്ത് മാർക്ക് ചെയ്യാണ്. ഞാനിവിടെ 8 ഇഞ്ചാണ് വിഡ്ത്ത് എടുക്കുന്നത്. അപ്പോൾ ഈ 8 ഇഞ്ച് എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ആം ഹോൾ വെട്ടുമല്ലോ, നമ്മുടെ മെറ്റീരിയൽ ഡ്രസ്സിൽ വെട്ടുമല്ലോ ബോഡി ചെയ്യുമ്പോൾ, ആം ഹോളിൻ്റെ ആ ഒരു കർവിൻ്റെ പോർഷൻ ഫുൾ അളന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട അളവ് നിങ്ങൾക്ക് കിട്ടും. ആ ഒരു ഏരിയ നിങ്ങൾ എങ്ങനെയാണോ മാർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഇരട്ടിയാണ് നമുക്ക് വേണ്ടത്. അപ്പം ഹാഫായിട്ട് തന്നെ മാർക്ക് ചെയ്താൽ മതി. പിന്നെ വേറൊരു വഴി എന്ന് പറയുന്നുണ്ടെങ്കിൽ ചെസ്റ്റിനെ 4 വെച്ച് ഹരിച്ചാൽ മതി. എന്നിട്ട് അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കുറക്കണം. പിന്നെ നമുക്ക് 1/2 ഇഞ്ച് എന്തായാലും ലൂസ് വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇപ്പം ഞാനിവിടെ മാർക്ക് ചെയ്തേക്കുന്നത് സീം അലവൻസ് 1.5 ഇഞ്ചാണ്. അപ്പോൾ ഈ 1.5 ഇഞ്ച് എന്നുള്ളത് നിങ്ങൾ ബോഡിയിലും എടുക്കുന്നത് അളവ് തന്നെയാണ് സീം അലവൻസ് കൈക്കും കൊടുക്കേണ്ടത്. ബോഡിയിൽ 2 എടുക്കുകയാണെങ്കിൽ കയ്യിലും 2 കൊടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് വരയ്ക്കാം. ഇവിടെ ഫസ്റ്റ് ആ ഒരു ലൈൻ വരച്ചിട്ടുള്ളത് നമ്മുടെ വിഡ്ത്തും, അത് കഴിഞ്ഞിട്ട് ഒരു 1.5 ഇഞ്ച് കൊടുത്തിട്ടുള്ളതാണ് അവിടെ മുകളിലായിട്ട് 2 മാർക്കിങ് കാണുന്നത്. അത് മാർക്കിങ് ഞാൻ എഴുതാവേ, അത് ഇതിവിടെ കൂടെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ ലെങ്ത് 14.5 എടുത്തതാണ്, അതിൽ 1.5 നമ്മൾ സീം അലവൻസ് എടുത്തതാണ്. ഞാൻ പറഞ്ഞതുപോലെ ലൈനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 എടുത്താൽ മതി. ഇനി നമുക്ക് വരച്ച് തുടങ്ങാം. അതിന് മുന്നേ ആയിട്ട് ആ മാർക്കിംഗ് ഒക്കെ ഞാനൊന്ന് എഴുതാം. ഫുൾ ലെങ്ത് നമ്മൾ എടുത്തത് 14.5 ആയിരുന്നു, അത് നമുക്ക് എഴുതി കൊടുക്കണം. അപ്പോൾ നിങ്ങൾ അളവുകളൊക്കെ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ നോക്കുക, സീം അലവൻസ് വിട്ട് പോകാണ്ട് തന്നെ തയ്ക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് 14.5 എഴുതി കൊടുക്കാം. 14.5 ഇഞ്ചാണ് ഫുള്ളായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് താഴെ വരെ, ആ ഒരു ലൈൻ മുതൽ മറ്റേ ലൈൻ വരെ. മുകളിൽ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് 1/2 ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്തത് കേട്ടോ. എന്നിട്ട് ഇവിടെ 8 ഇഞ്ച് എടുത്തു, ഇവിടെ ഒരു 1.5. ഞാൻ 1.5 വെച്ചിട്ടാണ് എടുക്കാറുള്ളത്, കാരണം ഞാൻ അധികം വണ്ണം വെക്കത്തില്ല, അതുകൊണ്ട് തന്നെ 1.5 തന്നെ കൂടുതലാണ്. 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡിയിലുള്ള അളവ് തന്നെ എടുക്കുക. ബോഡിയിൽ 2 സീം കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ കൈക്കും 2 തന്നെ കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് താഴത്തേക്ക് വരയ്ക്കാനുള്ളതാണ് ക്യാപ് ഹൈറ്റ് എന്ന് പറയുന്നത്, സ്ലീവിൻ്റെ ക്യാപ് ഹൈറ്റ്. ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഒരുപാട് പേർക്ക് സംശയമുള്ളൊരു കാര്യമാണ്. ഒരുപാട് മെസ്സേജ് വരും. പല യൂട്യൂബ് വീഡിയോകളിലും അവർ 3.5 എടുക്കൂ അല്ലെങ്കിൽ 3.25 എടുക്കൂ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് ആരും ഇതുവരെ പറഞ്ഞ് കേട്ടിട്ടില്ല. അപ്പോൾ നമുക്കതിൻ്റെ ഇക്വേഷൻ നോക്കാം, അതെങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളത്. ക്യാപ് ഹൈറ്റിൻ്റെ ഇക്വേഷനാണ് ചെസ്റ്റ് ബൈ 12 + 1 ഇഞ്ച് എന്ന് പറയുന്നത്. മുകളിൽ എഴുതിയിട്ടുള്ളത് ഫുൾ ലെങ്തും വിട്ടൊക്കെയാണ് കേട്ടോ, നമ്മളത് പറഞ്ഞതാണല്ലോ ഓൾറെഡി. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ നമ്മുടെ ചെസ്റ്റ് അളവ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 32 ചെസ്റ്റ് അളവാണ്, അപ്പോൾ അതുകൊണ്ട് 32/12 + 1 ഇഞ്ച് നിങ്ങൾ നിങ്ങളുടെ ചെസ്റ്റ് അളവ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് 32നെ 12 വെച്ച് ഹരിക്കുമ്പോൾ 2.6 + 1 ഇഞ്ച് എന്ന് കിട്ടും. നമുക്ക് ടോട്ടൽ 3.6. അതിന് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് 3.5 ആക്കി എടുക്കും. ഒരു ഇതിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് റൗണ്ട് ചെയ്ത് 3.5 ഇഞ്ച് എന്ന് ഇതിനെ എടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ക്യാപ് ഹൈറ്റ് കിട്ടുന്നത്. പലരും അത് പറയാറില്ല, ഇക്വേഷനിൽ പറയാറില്ല, നിങ്ങൾ ഇത്ര എടുക്കൂ അല്ലെങ്കിൽ അവിടെ ഇത്ര മാർക്ക് ചെയ്യൂ എന്നാണ് ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ക്യാപ് ഹൈറ്റ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ആർക്കും ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കത് സീം അലവൻസിൻ്റെ എൻഡിലായിട്ട് ഈ 3.5 മാർക്ക് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ 8 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു എൻഡിലും നമുക്ക് ഇതേപോലെ മാർക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇവിടെ ഇങ്ങനെ വരച്ചിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. സീം അലവൻസ് ആദ്യം കണക്ട് ചെയ്യാം. 3.5 ഇഞ്ച് കുഴിച്ച് വരച്ചു.
ഇനി ആ 3.5 ഇഞ്ച് സെയിം തന്നെ നമുക്ക് ഈ 8 ഇഞ്ച് മാർക്ക് ചെയ്ത പോർഷൻ ഉണ്ടല്ലോ അവിടെയും വരച്ചു കൊടുക്കണം. അപ്പോൾ ദാ ഇവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കണക്ട് ചെയ്തും കൂടെ കൊടുത്തേക്കാം. ഈ ഒരു സീമിൽ നിന്ന് 8 ഇഞ്ചിലോട്ടുള്ള ആ കുഴിച്ച് വരച്ചിട്ടുള്ള 3.5 ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ക്യാപ് ഹൈറ്റ് വരെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് കർവ് വരയ്ക്കുക എന്നുള്ളതാണ്. സ്ലീവിൻ്റെ മുകളിലത്തെ കർവ് നമുക്ക് ആ ഒരു 8 ഇഞ്ച് താഴത്തേക്ക് നമ്മൾ 3.5 കുഴിച്ച് വരച്ചല്ലോ, അങ്ങോട്ടേക്കാണ് നമ്മൾ കർവ് മുട്ടിച്ചു കൊടുക്കേണ്ടത്. കണ്ടോ, മുകളിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ മുട്ടിച്ചു കൊടുക്കാം. ഒരിക്കലും ആ ഒരു കർവ് നമ്മൾ സ്ലീവിൻ്റെ സീം അലവൻസ് എൻഡിലേക്ക് മുട്ടിക്കരുത്. ഇങ്ങനെ വേണം പോകാൻ. ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെ നിങ്ങൾക്ക് വരച്ചാൽ മതി. ഒരിക്കലും നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്യരുത്. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ആം ഹോളിൻ്റെ എൻഡിലായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരുപാട് തുണി ലൂസായിട്ട് വരികയും ചുരുക്കുകൾ ഉണ്ടാകുകയും സ്ലീവ് വൃത്തികേടാവുകയും ചെയ്യുന്നു. അതാണ് ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്ന പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിവിടെ കർവ് വരച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഫ്രീ ഹാൻഡായിട്ടാണ് കർവ് വരച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ആം ഹോൾ കർവ് അല്ലെങ്കിൽ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്തിട്ട് വരയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇപ്പോൾ നമ്മൾ വരച്ചിട്ടുള്ളത് ബാക്ക് പോർഷനിലെ കർവാണ്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനിലെ കർവ് വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ, അതിൻ്റെ നേരെ ഹാഫ് എടുക്കുക. അപ്പോൾ 8 എന്ന് പറയുമ്പോൾ 4 എടുക്കുക. ഇനിയിപ്പോൾ അവിടെ 9 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? 4.5 എടുക്കും. അപ്പോൾ നേരെ ഹാഫ് എടുക്കുക. എന്നിട്ട് ആ ഹാഫിൽ നിന്ന് നേരെ താഴത്തേക്ക് ഒരു ലൈൻ ഇങ്ങനെ ആ കർവ് മുട്ടുന്ന രീതിയിൽ വരച്ചു കൊടുക്കുക. ഇപ്പോൾ ആ ഒരു പകുതി പോർഷനിൽ കർവിൽ വന്നിട്ട് ആ ലൈൻ മുട്ടിയിട്ടുണ്ട്. ആ മുട്ടിയ പോർഷനിൽ നിന്ന് താഴത്തേക്ക് ഒരു 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1/2 ഇഞ്ചാണ് ഞാനിവിടെ കുഴിച്ചിട്ടുള്ളത് കേട്ടോ. കുഴിച്ചിട്ട് ആ 1/2 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആ കുഴിച്ചിട്ടുള്ള പോയിന്റിൽ കൂടെ മുട്ടിച്ചുകൊണ്ട് നേരത്തെ വരച്ചതുപോലൊരു കർവ് മുകളിൽ നിന്ന് ആ സ്ലീവിൻ്റെ എൻഡിലേക്ക് വരച്ചു കൊടുക്കാം. നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാം. എന്നിട്ട് ഈ ഒരു 1/2 ഇഞ്ച് കുഴിച്ചതിൽ മുട്ടി വേണം അത് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുഴിച്ചാണ് നമ്മൾ ഫ്രണ്ട് വെട്ടുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫ്രണ്ട് കുഴിച്ച് വെട്ടണ്ടേ എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് കുഴിച്ച് വെട്ടുക എന്ന് പറയുന്നത്. ബാക്കിനേക്കാളും കുറച്ച് കുഴിച്ച് ഒരു 1/2 ഇഞ്ച് കുഴിച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ വെട്ടുന്നത്. അപ്പോഴാണ് സ്ലീവിന് അതിൻ്റേതായിട്ടുള്ളൊരു പെർഫെക്ഷനും ഭംഗിയും കറക്റ്റ് ഫിറ്റിങ്ങും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ഇത് ഒരുപാട് പേര് ചെയ്യാതെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുഴിച്ച് വെട്ടുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അതും വന്ന് മുട്ടുന്നത് ഈ 8 ഇഞ്ച് എന്ന് പറഞ്ഞ വിട്ടിൻ്റെ എൻഡിലായിട്ടാണ് വന്ന് മുട്ടേണ്ടത്. അത് നമ്മൾ കൊണ്ടുപോയിട്ട് നേരെ സീം അലവൻസിൻ്റെ എൻഡിൽ കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്യരുത്. 2 കർവ് നമ്മൾ വരയ്ക്കുമ്പോഴും അത് വിട്ടിൻ്റെ എൻഡിലായിരിക്കണം വന്ന് മുട്ടേണ്ടത്. അതായത് വിട്ടിൽ നിന്ന് നമ്മൾ 3.5 കുഴിച്ചിട്ടുള്ള. ഇനി നമുക്ക് ഇതാ ഇവിടുത്തെ വണ്ണം എടുക്കണം. നമുക്ക് എവിടെ വരെയാണോ നമ്മുടെ സ്ലീവ് വേണ്ടത് ആ വണ്ണം ടേപ്പിൽ എടുത്തിട്ട് ഇങ്ങനെ പകുതി വെച്ച് മടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യേണ്ട വാല്യൂ എത്രയാണെന്നുള്ളത് കിട്ടും. ഇനി അത് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്തിട്ട് ആ റൗണ്ട് എടുത്തിട്ട് അതിന് നേരെ പകുതി എടുത്താൽ മതി. ഇനിയിപ്പോൾ ഹരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ടേപ്പ് ഇങ്ങനെ മടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യേണ്ട കറക്റ്റ് അളവ് കിട്ടും. അപ്പോൾ എനിക്കിവിടെ വേണ്ടത് 3.5 കേട്ടോ. നമുക്ക് ടോട്ടൽ 7 ആണ്. അപ്പോൾ 3.5 ഞാൻ മാർക്ക് ചെയ്യുന്നത്. നമ്മൾ പകുതിയാണല്ലോ മാർക്ക് ചെയ്യുക. അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് നമ്മൾ ആദ്യം ഒരു 1.5 ഇഞ്ചാണ് മേളിൽ എടുത്തത്. അപ്പോൾ സെയിം തന്നെ താഴെയും നമ്മൾ 1.5 ഇഞ്ച് എടുക്കണം. മേളിൽ 1.5 എടുത്തിട്ട് താഴെ 2 എടുക്കരുത്. അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. നിങ്ങൾ സീം അലവൻസ് കൊടുക്കുമ്പോൾ ബോഡിക്കും സ്ലീവിനും എവിടെയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ആ ഒരു അളവ് തന്നെയാണ് കൊടുക്കേണ്ടത്. ഇനി നമുക്കിത് ഇങ്ങോട്ട് കണക്ട് ചെയ്യാം. ആ സീമിൽ നിന്ന് ഈ സീമിലോട്ടും അതേപോലെ വിട്ടിൽ നിന്ന് താഴത്തെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള വിട്ടിലേക്കും കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് സ്ലീവ് കിട്ടുന്നത്. ഇനി നമ്മൾ സ്ലീവിൽ ഒന്നും ചെയ്യാനില്ല, കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ചുമ്മാ അങ്ങോട്ട് കയറിയിട്ട് കട്ട് ചെയ്യരുത്. ചെയ്യുന്നതിനൊരു രീതിയുണ്ട്. കാരണം നമ്മൾ കർവ് വരച്ചപ്പോൾ ഒന്ന് കുഴിച്ചിട്ടും ഒന്ന് സാധാ രീതിയിലുമാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആ കുഴിച്ചെടുത്തിട്ടുള്ളത് ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ടും മറ്റേത് ബാക്ക് പോർഷന് വേണ്ടിയിട്ടും അല്ലേ. അത് അങ്ങനെ തന്നെ നമ്മൾ വെട്ടിയെടുക്കണം. നിങ്ങൾ ആദ്യം വെട്ടുന്നത് കുഴിച്ച് വരച്ചതാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടും ബാക്കും കുഴിഞ്ഞ് തന്നെ പോകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കർവ് വെട്ടുന്ന സമയത്ത് ആദ്യം എപ്പോഴും വെട്ടേണ്ടത് ബാക്ക് പോർഷനിലെ കർവ് ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? രണ്ടും ഒരേ അളവിൽ തന്നെയാണ് കിട്ടുക. എന്നിട്ട് നമ്മളത് ഓപ്പൺ ചെയ്തിടും. അപ്പോൾ ഇത് ബാക്ക് അല്ലേ, ഇത് ഫ്രണ്ടാണ്. അപ്പോൾ നമ്മൾ ബാക്കാണ് വെട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. തിരിഞ്ഞു പോരുത് കേട്ടോ. മുകളിൽ വരുന്നത് ബാക്കും 1/2 ഇഞ്ച് കുഴിച്ചത് ഫ്രണ്ടുമാണ്. നമുക്കത് വെട്ടുന്നതൊന്ന് കാണാം. എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു രീതിയിൽ നമ്മളിതാ
കറക്റ്റായിട്ട് ആ ഒരു ബാക്കിൻ്റെ കർവ് എടുത്ത് ഇങ്ങനെ വെട്ടി കൊടുക്കുകയാണ്. കണ്ടോ? പിന്നെ വേറൊരു കാര്യം പറയട്ടെ, വെട്ടുന്ന സമയത്ത് തെന്നി മാറിപ്പോകുന്ന തുണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ നടുക്ക് എന്തെങ്കിലും വെയിറ്റ് വെച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മളിതാ ഇത് വെട്ടിയെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഞാൻ ബാക്കാണ് ആദ്യം വെട്ടിയെടുത്തിട്ടുള്ളത്. നമുക്ക് ബാലൻസ് ഉള്ളത് മാറ്റിക്കളയാം. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? ഈ രീതിയിലാണ് നമുക്ക് സ്ലീവ് കിട്ടിയിട്ടുള്ളത്, 3/4 സ്ലീവ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഫ്രണ്ട് വെട്ടണം. ഇതിൽ നിന്ന് ഫ്രണ്ട് മാത്രം കുഴിച്ച് വെട്ടണം. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് ഓപ്പൺ ചെയ്തിടണം അല്ലേ? ഓപ്പൺ ചെയ്തിട്ടിട്ട് ആ എഫ് എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു പോർഷനിൽ നമുക്ക് ആ കർവ് കറക്റ്റായിട്ട് വെട്ടിക്കൊടുക്കുക. ഇത് വെട്ടിയെടുത്തതിന് ശേഷം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും മറന്നു പോരുത്. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ഒരു സെൻറ്റർ പോർഷനിൽ ചെറിയൊരു കട്ട് കൊടുക്കാം. ചെറിയ രീതിയിൽ വേണം കേട്ടോ കൊടുക്കാൻ. ഇപ്പം ഞാനിവിടെ കൊടുത്തേക്കുന്നതുണ്ട്. ഒരുപാട് കയറ്റിയൊന്നും കട്ട് ചെയ്യരുത് കേട്ടോ. എന്തിനാണ് അങ്ങനെ കട്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്ത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ വെട്ടിക്കൊടുക്കുന്നതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്രണ്ട് നമ്മൾ കുഴിച്ച് വെട്ടിയിട്ടുണ്ട്, ബാക്ക് അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു 3/4 സ്ലീവ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചുരുക്കുകളൊന്നും വരാതെ കിട്ടുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളിനി ഡ്രസ്സിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനപ്പോൾ യാതൊരു കുഴപ്പവും ഉണ്ടാകുന്നതല്ല. നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണം എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. സ്ലീവിൻ്റെ തന്നെ വെറൈറ്റി ആയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ പറയണം കേട്ടോ. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID സായ ഡിസൈൻസ് എന്ന് തന്നെയാണ്. മെസ്സേജ് ഇട്ടാൽ മതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ കമൻറ്റിലാണെങ്കിലും അറിയിക്കണേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.